ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് രാമക്കൽമേട്ടിലാണ്. കഴിഞ്ഞ പ്രാവശ്യക്കാട്ടിലൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റോഡെല്ലാം മണത്തിട്ടിരിക്കുകയാണ്. വണ്ടി കൊണ്ട് മേലിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നടന്ന് മേലോട്ട് കിടക്കുവാണ് വരുന്നത്. കുഞ്ഞു വന്ന് ഞാൻ 2 രൂപ തരാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 2 രാമക്കൽമേടാണ് ഇവിടെ ഉള്ളത്. ഒരു രാമക്കൽമേട്ടിൽ കുരങ്ങനുണ്ട്, ഇവിടെ കുരങ്ങനൊന്നും ഇല്ല, ഇവിടെ ടിക്കറ്റും ഉണ്ട്. അപ്പുറത്ത് കുരങ്ങനുണ്ട്, അവിടെ ടിക്കറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഞങ്ങൾ മേലോട്ട് കയറിപ്പോവാന്ന് കരുതി ടിക്കറ്റൊക്കെ എടുത്തു. മേലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 രൂപയാണ് മുതിർന്നവർക്ക്, 15 രൂപ കുട്ടികൾക്ക്. ഞങ്ങൾ മേലോട്ട് പോസ്റ്റ് ചെയ്തേ കുഞ്ഞൂസി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പോസ്റ്റ് ഇട്ടു. വേറെ പോസ്റ്റ് ചോദിച്ചു. അപ്പൊ രണ്ടാമത് വീണ്ടും ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മേലോട്ട് കയറിപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടോടാന്ന് ചോദിച്ചപ്പോ പുതിയ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് പഴയ ജാതി പോസ്റ്റുകൾ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത്രയധികം സാമ്യം ഉണ്ടെങ്കിൽ ഈ പരിപാടിയായിട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങളെന്തായാലും മേളിലോട്ട് കയറി പോവുകയാണ്. ഇവിടെ കുറച്ച് ദൂരം മേലോട്ട് കയറി പോകാനുണ്ട്. 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. ഉച്ച കഴിഞ്ഞ് ഇന്ന് മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു. നേരെ തന്നെ പോയാൽ എങ്ങനെ ശരിയാകുന്നേ, വളഞ്ഞ വഴി പിടിച്ചേക്കാന്ന് കരുതി. അപ്പുറത്ത് നല്ല റോഡുണ്ട് മേലിൽ കയറി. പക്ഷേ ഏറ്റവും ഷോർട്ടായിട്ടുള്ള വഴി കയറി ചെല്ലുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഞങ്ങൾ ഷോർട്ട് കട്ട് കയറിയാണ് പോകുന്നത്. നേരെയുള്ള വഴി തന്നെ എപ്പോഴും പോയി ശരിയാവില്ലല്ലോ, ശരിയാണ്. പക്ഷേ അന്ന് പോയാൽ ഇങ്ങനെ ശരിയാവുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്റെ മുഖം എന്റെ കേസ് കാണിച്ചേക്കാന്ന് കരുതി. അങ്ങനെ ഇതാണ് രാമക്കൽമേടിന്റെ സ്റ്റാച്യു. ഏറ്റവും പ്രധാനപ്പെട്ട ഇടുക്കി ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. തേക്കടി മൂന്നാർ റൂട്ടില് നെടുങ്കണ്ടത്തു നിന്നും 15 കിലോമീറ്റർ സമുദ്രതലത്തിൽ നിന്ന് 1700 ദൂരത്തിലാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അലക്ഷ്യകളാണ്. അതിന്റെ വ്യൂ പോയിന്റ് അപ്പുറത്തെ കേരളത്തിന്റെ ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ്. അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി ഓടി പോവുകയാണ്. ഞങ്ങൾ കുറേ കയറി പോകാൻ ഇവിടെ ഡിസംബർ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും കേട്ടോ. മണിക്കൂറിൽ 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ കാറ്റ് വീശുന്ന ഒരു സമയമാണ് ഡിസംബർ ജനുവരി സമയത്ത്. നല്ല മഞ്ഞായിരിക്കും. ഞങ്ങൾ മലമടക്കിയുടെ മേലോട്ട് കയറി പോവാണ്. പെട്ടെന്നൊന്നും കയറി പോകാൻ പറ്റത്തില്ല, ഇഷ്ടംപോലെ സ്റ്റെപ്പുണ്ട്. പക്ഷെ അതിന്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. മേലോട്ട് കുഞ്ഞു സാധനം തന്നെ മേളിൽ ചെന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തപ്പിക്കേറി ചെല്ലുകയാണെന്നും കൂടി വേണമെങ്കിൽ പറയാം. നല്ല തിരക്കുള്ള സമയം കൂടിയാണ്. അതാ ചാടി കയറുന്നത്. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. താഴെ നിന്നുള്ളൊരു വ്യൂ ആണിത് മലമുടക്കിയുടെ. ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ല തിരക്കുണ്ട്. നല്ല മഴയുടെ ഒരു ചെറിയൊരു കാലാവസ്ഥ മാറ്റം കൂടിയാണ് കേട്ടോ ആ സമയത്ത്. തൊട്ടപ്പുറത്താണ് കുട്ടികൾക്കുള്ള പാർക്കുള്ളത്. പാർക്കിലോട്ട് പോകാനായിട്ട് അദ്ദേഹം ധൃതി വെക്കുന്നുണ്ട്. മലമുടക്കി ഒന്ന് ഫോൺ ചെയ്ത് കളിക്കാം. ഇതാണ് അതിന്റെ വായിലിരിക്കുന്ന പുല്ല്. ഇത് പണിത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ്. പാർക്കിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ പറയുന്നത്. അത്യാവശ്യം നല്ല തെളിച്ചമുള്ള സമയമാണെങ്കിൽ പോലും മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണുള്ളത്. ഈവനിങ് ടൈമിൽ ഇപ്പോൾ കൂടുതലും മഴയുണ്ട് 2-3 ദിവസമായിട്ട്. ഞങ്ങൾ ആനയുടെ മേളിലൊക്കെ കയറി. എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇതൊക്കെ കയറി നോക്കിയപ്പോഴാണ് കൊച്ച് അടിപൊളിയായിട്ടൊരു സംഭവത്തിൽ കയറുന്നത്. ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്.
മതിയടോ ഇറങ്ങ്. പ്രാവശ്യം കൂടി വന്നതിലിരിക്കുകയാണ്. സംഭവത്തിൽ കയറുന്നുണ്ട്. ഇപ്പൊ കൊച്ചിനോട് ഓൾറെഡി നീ ഒന്ന് ഇറങ്ങിക്കേടി, ഞാനൊന്ന് അതിനകത്ത് കയറട്ടെ, എനിക്ക് റീൽ എടുക്കാനാണെന്നാണ് കുട്ടിയോട് പറയുന്നത്. അപ്പൊ അതിനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ മാത്രമായിട്ടൊരു ഓഫീസ് കണ്ടോണം വൃത്തിയായിട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പോയി പോയില്ല. നേരെ വെള്ളത്തിരിച്ച് കയറിയിട്ട് അടുത്തടുത്തൊരു പോവാന്ന് പറയും. ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങടാന്ന് ഞാൻ പറയുന്നുണ്ട് അവിടെ നിന്ന്. ഓക്കെ, അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലം നോക്കുമ്പോഴത്തേന് അത്യാവശ്യം പിള്ളേർക്കുള്ള രീതിയിലാണ്. കുഞ്ഞു പിള്ളേരുടെ ഭാഗത്താണ് ശരിക്കില്ല. അദ്ദേഹം പോയി കയറുന്നത് അയ്യോ ഞാൻ കളിയാക്കിത്തന്നെ അവിടെ നിന്ന് മാറിപ്പോയി അടുത്ത സംഭവത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ ചുമ്മാ കളിയാക്കി അടുത്ത സംഭവത്തിലോട്ട് കയറുകയാണ്. അദ്ദേഹം പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് ശ്രമം അണിഞ്ഞു കാണാൻ ഇങ്ങനെയൊന്നും അല്ലടാ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അടുത്ത് നിന്ന്. പക്ഷേ പരാജയപ്പെട്ടു. വീണ്ടും അങ്ങനെ പരാജയപ്പെട്ടാൽ എന്താണ് ചെയ്യുന്നത്? കാണിക്കാത്തൊരു വീഡിയോ ഉണ്ട്. ഞങ്ങളൊന്ന് നല്ല ബാഗൊക്കെ അടിച്ച് നന്നായിട്ട് വീടുന്നൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് പോന്നു. അപ്പൊ അതിന് തൊട്ട് ഫ്രണ്ടിലുള്ള ഇങ്ങനെയൊക്കെയും ഇതിൽ കയറാമെന്നാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ. സാഹസികമായിട്ട് ഇങ്ങനെയൊക്കെ ഇതിനകത്ത് കയറാമെന്നാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊന്നും ആരും പരീക്ഷിക്കാൻ പാടില്ല. ഞങ്ങളിങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പാടില്ല. പരീക്ഷിക്കുന്നതാണെങ്കിൽ പുതിയ പുതിയ രീതിയിലായിട്ട് പിന്നെ അതും കളഞ്ഞ് അടുത്തടുത്ത് പോയിട്ട് എടാ മതിയടാന്ന് പറഞ്ഞു. എന്നാലും അവിടുന്ന് കയറി കഴിഞ്ഞാൽ എളുപ്പമാകുന്നു പറഞ്ഞ് പിന്നെ അപ്പുറത്തുനിന്ന് കയറാൻ നോക്കുകയാണ്. ഞാൻ നിന്നെ കൊണ്ട് പറ്റുന്നിടത്ത് പോയി കയറടാന്ന് പറഞ്ഞു. അപ്പൊ അടുത്തടുത്ത തോടി പോവാണ്. കുഞ്ഞിനെ മാറ്റി കയറി അതേപോലത്തെ സ്ഥലം ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഊർജ്ജസ്വലമായി ഞങ്ങൾ വീണ്ടും അതിഗംഭീരമായി തന്നെ പോരാടി